ഹെയർ ടോണർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ, ചെറിയ ചെറിയ മുടികൾ ഒരുപാട് കിളിർത്ത് വന്നിട്ടുണ്ട്. ഹായ്, മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ടോണറാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മാസം കൊണ്ട് തന്നെ പൊഴിഞ്ഞു പോയ മുടികൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ട്. അപ്പോൾ വെപ്പുമുടിയല്ല, ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇത് എൻ്റെ ഒറിജിനൽ മുടിയാണേ. ഇത്രയും മുടി ഉണ്ടായിരുന്ന ഞാനാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി മുറിച്ച് കളഞ്ഞതാണ്. മുടിയുടെ ലെങ്ത്ത് കൂടി കഴിയുമ്പോൾ നമുക്ക് മുടിയുടെ ജട കളയാനും മുടി കെയർ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ മക്കളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എല്ലാം കൂടെ ഓടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മുടി ഒന്ന് ഷോർട്ടാക്കിയതാണ്. ഇപ്പം ഞാൻ മുടി നല്ല രീതിയിൽ വളർത്താനായിട്ട് നോക്കുന്നുണ്ട്. കാരണം മക്കൾക്ക് 2.5 വയസ്സായിട്ടുണ്ട്. അവർ ഓടി നടക്കാറൊക്കെ ആയല്ലോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് തോർന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ട്വിൻസ് ബേബീസ് ആയതുകൊണ്ടാണ് അവരെ നോക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുടി കഴുകാതിരിക്കുമ്പോഴും മുടി ജട കളയാതിരിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവും. നടുക്കത്തെ മോളുണ്ടായ സമയത്ത് ഇതുപോലെ ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി വെപ്പുമുടിയാണോന്ന്. അപ്പോൾ വെപ്പുമുടിയല്ല, ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇത് എൻ്റെ ഒറിജിനൽ മുടിയാണേ. ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് കൊണ്ടും പിന്നെ എനിക്ക് എൻ്റെ മുടിക്ക് മാച്ച് ചെയ്യുന്ന ഹെയർ പാക്കുകൾ, ഹെയർ ടോണർ അതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുമാണ് എൻ്റെ മുടി നല്ല രീതിയിൽ ഇപ്പോൾ വളർന്നിരിക്കുന്നത്. മുടി വെട്ടിയതിന് ശേഷമാണെങ്കിലും മുടി നല്ല രീതിയിൽ വളരാനായിട്ട് നമുക്ക് നമ്മുടെ മുടിക്ക് ഏത് ഹെയർ ടോണറാണ് ചേരുന്നത്, ഏത് ഹെയർ പാക്കാണ് ചേരുന്നതും അത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. മുടി വെട്ടിയതിന് ശേഷം വളരാത്തവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു സ്പെഷ്യൽ ഓയിലിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം അത് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആവണക്കെണ്ണയും വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഓയിലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. മുടി വെട്ടിയതിന് ശേഷം മുടി വളരാതെ ഇരിക്കുന്നവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നൊരു ഓയിലാണത്. ഇതുണ്ടോ, ഈ ഹെയർ ടോണർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ, ചെറിയ ചെറിയ മുടികൾ ഒരുപാട് കിളിർത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടൊരു 2 മാസമായിട്ടുള്ളൂ കേട്ടോ. റെഗുലറായിട്ട് ഉപയോഗിക്കാനായിട്ട്, അത് ഡെയിലി ഉപയോഗിക്കാറൊന്നുമില്ല, ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ മുടിയാണേലും ഡാമേജുള്ള ഹെയറൊക്കെ മാറിക്കിട്ടും. പിന്നെ മുടിക്ക് നല്ല ഉള്ളു വയ്ക്കും, മുടി നല്ല ലോങ് ആയിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ ടോണറാണ്. അപ്പം നമുക്ക് ഹെയർ ടോണർ തയ്യാറാക്കിയിട്ട് വരാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയുടെ ഒരു ലീഫാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ലീഫാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ തന്നെ നട്ടുപിടിപ്പിച്ചതാണ്. മുടിയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കറ്റാർവാഴയുടെ തൈയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ചെറിയൊരു തൈ കൊണ്ടുവന്ന് നട്ടതാണ്. ഇപ്പം എൻ്റെ അടുത്ത് 12ഓളം കറ്റാർവാഴയുടെ തൈകളുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ്. മഴ പെയ്തിട്ടാണ് എന്താണോന്ന് അറിയില്ല, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചെമ്പരത്തിപ്പൂവൊക്കെ പോയി. ഇപ്പോൾ ആണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഞാൻ ചെമ്പരത്തിപ്പൂ പറിച്ചെടുത്തിരിക്കുന്നത്. 6 ചെമ്പരത്തിപ്പൂ എടുക്കുക കേട്ടോ. ഒരു 5 ചെമ്പരത്തിയുടെ ഇലയും കൂടി എടുത്തോളൂ. ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിപ്പൂ ഒക്കെ മുടി വളരാനായിട്ട് നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് തുളസി ഇലയാണ് കേട്ടോ. തുളസി ഇലയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു മണം കിട്ടാനും മുടി വളരാനൊക്കെ വളരെ നല്ലതാണ്. തുളസിയുടെ ഇല ഉപയോഗിക്കുന്നത് ജലദോഷം തുമ്മലൊന്നും വരാതിരിക്കാനായിട്ടൊക്കെ സഹായിക്കും. ഞാനാണെങ്കിലുണ്ടല്ലോ ഹെയർ പാക്കോ ഹെയർ ടോണറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഇടും, അല്ലെങ്കിൽ തുളസിയുടെ ഇല ഇടും. എനിക്ക് ഈ തുമ്മലും അലർജിയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളതാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ നടുക്കത്തെ പൊടി പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. മുടി ചകിരി പോലെ ഡാമേജ് ആയിട്ടുള്ള ഹെയറൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനൊക്കെ വളരെ നല്ലതാണ് ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് തുളസി ഇല ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ കറ്റാർവാഴയുടെ ലീഫ് മുറിച്ചെടുത്തല്ലോ, അത് ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സവോളയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സവോളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ റോസ്മേരി ലീഫും കൂടെ ചേർക്കാറുണ്ട്. എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയി. അപ്പോൾ റോസ്മേരി ലീഫ് വാങ്ങിച്ചത് കയ്യിലുള്ളവർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ചായയൊക്കെ കുടിക്കുന്ന കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ 1.5 കപ്പ് വെള്ളം 1 കപ്പ് വെള്ളം ആകുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഞാൻ ഈ ടോണർ ആഴ്ചയിൽ ഒന്നെങ്കിൽ സമയം കിട്ടുന്ന പോലെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഒന്നെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കും. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കരുത്.
നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റും കൊണ്ടൊക്കെ വറ്റി വരും കേട്ടോ. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടത്. മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഈ ടോണർ ഉപയോഗിക്കാവുന്നതാണ്. താരനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. മുടിക്കായ ഉണ്ടെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കളറൊക്കെ മാറി പാകമായിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കൈവച്ച് ഞെരടണം, നല്ല രീതിയിൽ ഞെരടിയെടുക്കണം. അതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി കിട്ടണം. എന്നാലേ നമ്മുടെ മുടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. തുണിയൊന്നും വെച്ച് അരിക്കേണ്ട ആവശ്യമില്ല. ചായ അരിക്കുന്ന അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നല്ലൊരു കളറൊക്കെയാണ് നമ്മളുടെ ടോണറിന്. സവോളയുടെ ചെറിയൊരു സ്മെല്ലുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ച് മാറ്റുന്നുണ്ട്. സ്പ്രേ ബോട്ടിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ടാണേലും തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. കുഞ്ഞു മക്കൾക്കൊന്നും ഇത് തലയിൽ തേക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം ഇതിനൊരു സ്മെല്ലുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, സവോളയിലെ സൾഫർ കണ്ടൻ്റാണ് ഈ സ്മെല്ല് നൽകുന്നത്. ഇതാണ് നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും. ഹെയർ ടോണർ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ മുടിയിൽ തേച്ച് കൊടുത്തിട്ട് വേണം ഈ ടോണർ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ട്. കയ്യിലേക്ക് എണ്ണ എടുത്തിട്ട് കൈയൊന്ന് ഉരച്ച് ചൂടാക്കിയതിന് ശേഷം തലയോട്ടിയിൽ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇത് നമ്മൾ മുടിയിൽ തേക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുക്കണം. ഓയിൽ കയ്യിൽ ഇട്ട് ചൂടാക്കിയതിന് ശേഷം വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ചെറുതായിട്ട് ഹോട്ട് ഓയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ ഓയിലൊന്ന് വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം തലയോട്ടിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. 10 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെയല്ലേ നമ്മൾ മസാജ് ചെയ്യുള്ളൂ. അല്ലാതെ മസാജ് ചെയ്യാനായിട്ടൊന്നും എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്കൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. ഇനി നമുക്ക് തലയോട്ടിയിൽ നമ്മൾ തയ്യാറാക്കിച്ചിരിക്കുന്ന ടോണർ തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. തലയോട്ടിയിലാണ് മെയിനായിട്ടും തേച്ച് പിടിപ്പിക്കേണ്ടത്. ഞാനാണെങ്കിൽ സാധാരണക്കാരിയായിട്ടുള്ളൊരു വീട്ടമ്മയാണ് കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് മാത്രമേ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ഹെയർ പാക്ക് ഉപയോഗിച്ചത് കൊണ്ടോ, ഓയിൽ ഉപയോഗിച്ചത് കൊണ്ടോ, ഹെയർ ടോണറുകൾ ഉപയോഗിച്ചത് കൊണ്ടോ, ഹെയർ സിറം ഉപയോഗിച്ചത് കൊണ്ടോ ഒന്നും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറില്ല. നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തണം. ഞാനാണെങ്കിൽ മുടി കെയർ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പോഴും എനിക്ക് മുടിയുള്ളത്. അല്ലെങ്കിൽ ഈ 4 ഡെലിവറി കഴിഞ്ഞത് എൻ്റെ മുടിയൊക്കെ പോയി ഞാൻ മൊട്ടയാവേണ്ട സമയം കഴിഞ്ഞതാണ്. ഞാൻ മുടി കൊഴിച്ചിലുണ്ടായിരുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ തന്നെ മുടി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ഡെലിവറി കഴിഞ്ഞ സമയത്തും ഞാൻ മീൻ ഗുളികയില്ലേ, അത് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. 1-2 ബോട്ടിലൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. നട്ട്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുടി കൊഴിച്ചിൽ കൂടുതലുണ്ടാവുന്ന സമയത്ത് ഞാൻ വെള്ളം നല്ല രീതിയിൽ തന്നെ കുടിക്കും. പിന്നെ ഞാൻ രാവിലെ എത്ര തിരക്കാണെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് മുടി കൈ വെച്ചിട്ടൊന്ന് ജട കളഞ്ഞതിന് ശേഷം മുടി ഒന്ന് കെട്ടി വെക്കാറുണ്ട്. രാത്രി കിടക്കുന്നതിന് മുമ്പാണേലും മുടിയുടെ ജടയൊക്കെ കളഞ്ഞിട്ട് മുടി നന്നായിട്ടൊന്ന് കെട്ടിവെക്കും. മുടിയിൽ തേച്ചിട്ട് ഒരുപാട് നേരം നിൽക്കരുത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ തലയിലൊക്കെ ഹെയർ ടോണർ തേച്ച് പിടിപ്പിച്ചു. ഒരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ബേബി ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഞാനാണെങ്കിൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാറാണ് പതിവ്. ആഴ്ചയിൽ 2 പ്രാവശ്യം 1 പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു സൗകര്യം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ബൈ. താങ്ക് യു.